മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്നഹു ബലഗഹു, അവർക്ക് എത്തിയിരിക്കുന്നു, അന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അല്ലാമ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കതബ, എഴുതി അറിയിച്ചു, ഫീ ഖിലാഫത്തിഹി, തൻ്റെ ഭരണകാലത്ത്, ഇലാ ബഅദി ഉമ്മാലിഹി, ചില ഖാദിമാരിലേക്ക്, ആമിലുൻ ജംഉ ഉമ്മാലി, ഫുആലി വസനുണ്ടല്ലോ, ഫായിലിന്റെ ഫുആലി, എന്താ എഴുതി അറിയിച്ചത്? അന്ന കുല്ല മസ്തറത്തൽ മുങ്കിഹു, കൈ കൊടുക്കുന്ന ആള് ഷർത്താക്കിയതായിരുന്നു, മൻകാന, ആ മുങ്കി ആരായാലും ശരി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തൻ്റെ ഭരണകാലത്ത് ഖാദിമാരിലേക്ക് ലെറ്റർ അയക്കുന്നു. വിവാഹ ചടങ്ങിൽ പല സമ്മാനങ്ങളും വരുന്നുണ്ട്, അത് ആരുടേതാണ്? അന്നകുല്ല മസ്തറത്തൽ മുങ്കിഹു, അന്നകുല്ല മസ്തറത്തൽ മുങ്കിഹു, വിവാഹം ചെയ്തു കൊടുക്കുന്ന ആള് ഷർത്താക്കിയതായ ഒന്ന്. മുങ്കിഹ് എന്ന് പറഞ്ഞാൽ മങ്കാന, ഏത് ജാതി മുങ്കിഹു, അവൻ അവൈറോ വേറാല്, ഞാൻ കൈതരണ്ടിക്കൽ പുതിയാപ്പളന്റെ വകയായി ഇത്ര വേണം ഫീസ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ കെട്ടിക്കൂല. അത് ഒന്നിക്കൽ മിൻ ഹിബായി ഔ കറാമ, ബഹുമാന സൂചകമായി കൊടുത്തത്, അല്ലെങ്കിൽ സമ്മാനമായി കൊടുത്തത്. ഫഹുവലിൽ മർഗത്തി, അത് ആർക്കുള്ള തന്നെയാണ്. ആ സംഖ്യ കൂടി ആർക്കെന്നെ തിരിച്ചു കൊടുത്തേക്കണം. ഇനി പുത്തവത്തുഹു, അവൾ തേടിയാൽ, അവൾ വാങ്ങൂലെങ്കിൽ വേണ്ട, അവള് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്ത് വേണം? ആ, അതെന്തേ? പെണ്ണ് പെണ്ണ് പറഞ്ഞാ പെണ്ണിന് മാത്രമല്ല ഉണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുമറാത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, നുക്കിഹത്ത് അലാ സദാഖിൻ ഔ ഹിബായിൻ ഔ ഉദ്ദത്തിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമഗ്രി, ഖബല ഇസ്മത്തിൻ നിക്കാഹി, വിവാഹത്തിൻ്റെ മുമ്പ്, അത് ഫഹുവലഹ. വമാകാന ബഅദ ഇസ്മത്തിൻ നിക്കാഹി ഫഹുവ ലിമൻ അഅതാഹു, ആർക്കാണോ കൊടുത്തത് അയാൾക്ക്. അബൂദാവൂദിലുണ്ട്, മാലിക് ഇമാമ് മുഅ്തമദ് ആക്കിയിട്ടുണ്ട്. അയ്യുമറാത്തിൻ നുക്കിഹത്ത് അലാ സദാഖിൻ ഔ ഹിബായി ഔ ഉദ്ദ ഖബല ഇസ്മത്തിൻ നിക്കാഹി ഖബല അഖ്ദിൻ നിക്കാഹി ഫഹുവ ലഹ, പെണ്ണിനാണ്. വമാ കാന ബഅദ ഇസ്മത്തിൻ നിക്കാഹി, ശേഷമുള്ളത് കെട്ടിയാക്ക്, ഫഹുവ ലിമൻ അഅതാഹു, കെട്ടിയാക്ക്. അബൂദാവൂദ്, മാലിക് ഇമാം അംഗീകരിച്ചു. എന്താ വ്യത്യാസം? ഇദാ കാന ദാലിക ഫീ അഖ്ദിൻ നിക്കാഹി അൻ യകൂന നുഖ്സാനൻ ലിസദാഖിഹ, പെണ്ണിനെ മഹർ കുറക്കാൻ സാധ്യതയുണ്ട്, ഇതുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇതും കൂടെ ആർക്കും പോട്ടെ, പോട്ടെ. നിക്കാഹ് കഴിഞ്ഞ ശേഷം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ, പെണ്ണിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ. അപ്പം പിന്നെ ഇതാർക്കാണോ നൽകിയത് അവർക്കല്ലേ എടുക്കണ്ടേ, അല്ലേ? ഇൻസമ്മാനി ഖൈരിഹ, പെണ്ണല്ലാത്തവർക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തി തസ്മിയത്തു ഫാസിദ, ആ പറഞ്ഞ തന്നെ ബാത്തിലും മർത്തു, പറയാ അധികാരമില്ല. തസ്തഹിഖു മഹ്റൽ മിസ്ലി, ഇനിയിപ്പോ മഹറും മാറ്റണം, മഹ്റൽ മിസ്ല കൊടുക്കണ്ടി. കാരണം ഇങ്ങനെ ഒരു സമ്മാനം പറഞ്ഞു വെച്ചത് കൊണ്ടാണ് എന്തോ മഹർ പറഞ്ഞത്. ഇനി ആ മഹറും വിശ്വസിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഷാഫി മദ്ഹബ് സമ്മാനം പ്രത്യേകം വേണമെന്ന്, പെണ്ണല്ലാത്തവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി കരാറുണ്ടെങ്കിൽ ആ പറഞ്ഞത് മുഴുവനും ഫാസിദ്.
മഹറും പൊളിഞ്ഞു. എന്ത് വേണം? ഹദീസിന്റെ അവസാനം പറയുന്നു ഒരാളുടെ മകളെയും പെങ്ങളെയും ആദരിക്കലുണ്ടല്ലോ. അബൂദാവൂദ്. ആദരവ് നൽകാൻ ബന്ധപ്പെട്ടത് തന്നെയാണ് ഒരാളുടെ മകളെന്ന്. ഇനി കേട്ടോ മസല അന്നമസ്തർത്തഹുൽ വലിയോ, വലിയ ഡിമാൻഡ് വെച്ചു ലിനഫ്സിഹി, സ്വന്തം നഫ്സിന് നിക്കാഹിന് മുമ്പ് സ്വന്തം പേരെടുത്തിട്ടാ പറഞ്ഞത് എനിക്ക് ഇത്ര. അതും അതിന്റെ ശേഷം വരുന്ന മഹറും എല്ലാം അവർക്ക് തന്നെ. അതായത് പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് വേറൊരാൾ ദുരുപയോഗം ചെയ്യാൻ പറ്റൂല. മുസമ്മ ഫാസിദായി. പെണ്ണ് മഹറിൽ മിസ്രി പിടിച്ചോളണം. വലിയന് ഒന്നും കിട്ടൂല എന്നാ ഷാഫി മദ്ഹബ്. ആദ്യം പറഞ്ഞത് മാലിക്കി മദ്ഹബാണ്. എത്ര പിരിഞ്ഞു കിട്ടിയാലും ഉപ്പാന്റെ പേര് പറഞ്ഞിട്ട് പിരിച്ചാലും ആർക്ക് നൽകിക്കൊള്ളണം? പെണ്ണിന്. അതിന് പുറമെ എന്ത് കിട്ടും? കിട്ടും. പറഞ്ഞത് മുഴുവനും ലഘുവായി. മഹറും മാറ്റണം. പറഞ്ഞ സംഖ്യ ഒന്നും വാങ്ങാൻ പാടില്ല. പെണ്ണിന് മഹർ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? ഇനി ഇബത്തകത്തുഹു എന്ന് പറയാൻ കാരണം എന്താ? ഇനി ഇബത്തകത്തുഹു അവൾ വാങ്ങാൻ തയ്യാറാണെങ്കിൽ, അവൾ വാങ്ങാൻ തയ്യാറില്ല, ഉപ്പാക്ക് പറഞ്ഞത് ഉപ്പാക്ക് തന്നെ, എന്നാലോ അത് ഉപ്പാക്കായി. വൈനാത്താഹു വേദമാ തപ്പലഹു, കെട്ടിച്ച ശേഷം വല്ലതും വലിയന് കൊടുത്താലോ അമോഷൻ എന്ന നിലക്ക് ഫിന്നമാഹിയ തക്രീമത്തുൻ, അത് ഒരു ബഹുമാന ആദരവാണ്. അക്രമഹു ബിഹാ, അതായിരിക്കും ഞാൻ നേരം. ഫലാ ശൈഅ ലിൽബിന്തി ലിബിനതിഹി ഫിഹാ, നോക്കല്ല മാലിക്കി മദ്ഹബ് അല്ലേ? ഹിബാ എന്നല്ലേ പറഞ്ഞ വരുന്നുണ്ടത്. ഖാല മാലിക്കുൻ, മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ഫിൽ മർഅത്തി യുങ്കിഹുഹാ അബൂഹാ, അവളെ കെട്ടിച്ചു ആര്? വയസ്തരിത്തു, അവൻ ഷർത്ത് വെച്ചു ഫീ സദാഖിഹാ അൽ ഹിബാഗ, വെറും ഹിബാഗായ പോലെ ഹബാബിഹീൻ, ആ സമ്മാനം ആർക്കായും വേണോ? പാക്ക്. അന്നഹു, അവിടെ എന്താണ് ഉത്തരം പറഞ്ഞത്? മാ കാന മിൻ ശർത്തിൻ യഖഉ ബിഹി നിക്കാഹു ഫഹുവ ലിബ്നതിഹി ഇൻ ഇബ്തഗതുഹു. മോക്കാണ് നിക്കാഹിന്റെ സമയത്തുള്ളത്. വൈൻ ഫാറഖഹാ സൗജുഹാ ഖാബില അൻ യദ്ഖുല ബിഹാ. വൈൻ ഫാറഖഹാ സൗജുഹാ, പുതിയ ജുംലയാണ്. എന്നാൽ ഫലി സൗജിഹാ, സൗജിന് ഇതാ കിട്ടുന്നു ഷർത്തുൽ ഹിബാഇ, ഷർത്തുൽ ഹിബാ. അപ്പൊ എന്താവും? പകുതി. കാരണം സദാഖ് പകുതിയാകുന്നില്ലേ ദുഖൂലിന് മുമ്പ്? അപ്പൊ ഏതും പകുതിയാവും. ആ, കാരണം അന്നഹു മിൻ ജുംലത്തിൽ ഇവദില്ലദി ഇന്നക അലൈഹി നിക്കാഹു എന്നാണ്. വസബത മിൻ നിക്കാഹി ലിസൗജതി എന്നാണ്. ഫകാന ലിസൗജി നിസ്ഫുഹു വന്നിസ്ഫുൽ ആഖിറു ലിസൗജതി ഇൻ തലക ഖബ്ല ദുഖൂലി കൽമഹരീൻ. എന്താവും? ആടാ ഷത്ർ എന്നല്ലാണ്ട് ഷർത്ത് എന്നുണ്ട്. അന്നേരം മുറാദ് മാറും. സമ്മാനം മുഴുവനും, മശ്റൂത്ത് മുഴുവനും ആർക്കെന്നെ തിരിച്ചു കൊടുക്ക്. ആ, കാരണം തന്നതാരാണ്? അതെങ്ങനെ വായിച്ചാൽ? ഷർത്തൽ ഹിബായി. അങ്ങനെ നിഷ്കണ്ട് ഷർത്ത് പറഞ്ഞ് അവൻ കൊണ്ടുതന്നതായ ഒന്ന് ആരിലേക്ക് എന്നെ തിരിച്ചു മടക്കുകയും. ആ, ഇനി ആർക്കും ഉപയോഗിക്കാൻ അധികാരമില്ല.
സൗജത്തിന് വലിയ കാരണം അങ്ങനെ നീണ്ടു നിന്നാ ഇല്ല. وهذا مبني على أن المشروط في عقد النكاح للزوجة. ഇതെല്ലാം ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? നിക്കാഹിന് മുമ്പ് പറഞ്ഞില്ല, പറഞ്ഞതെല്ലാം ആരുടെ പേരെടുത്തിട്ട് പറഞ്ഞാലും ആർക്കുള്ളതാണ്? സൗജത്തിനാണ്. എന്നാ അഭിപ്രായത്തിന്റെ മേലെ എടുത്തുകൊണ്ടല്ലേ? അന്ന മസ്തുരിതാ ഫി അഖ്ദി നിക്കാഹി മിൻ അതായിൻ, അന്ന മസ്തുരിതാ ഫി അഖ്ദി നിക്കാഹി മിൻ അതായിൻ യസ്തരിതുൽ വലിയ്യു ലിനഫ്സിഹി ഔ ലിഗൈരിഹി. സ്വന്തം വലിയ എനിക്കാണ് എന്ന് നസാക്കി പറഞ്ഞാൽ ഫഇന്ന ദാലിക കുല്ലഹു ലിസൗജ കൽമഹരി. എന്താ? എല്ലാം പെണ്ണിനാണ്. എന്നാൽ ഷാഫി മദ്ഹബ് കേട്ടോളീൻ വമാ യസ്തരിതുൽ ആഖിദു ലിനഫ്സിഹി, ഷർത്താക്കി ഒരു കൈക്കൂലി. ഇൻ വഖഅ ഫീ നഫ്സിൽ അഖ്ദി വജബ ലിൽ മർഅതി മഹ്റു മിസ്ലിഹാ. ഈ തന്നത് ഏതായാലും സ്വീകരിക്കലില്ല, ആർക്കും വേണ്ട എന്ന് മാത്രമല്ല, കാരണം എന്ത്? വൈൻ വഖഅ ഖാരിജൻ അനിൽ അഖ്ദി ലം യജിബ്. അഖദിന്റെ പുറത്ത് മാക്കബിലോ മാബായതോ പറഞ്ഞുറപ്പിച്ചാലോ കൊടുക്കേ വേണ്ട. വെറും ലഘുവായ വാക്ക് എന്താ അങ്ങനെ ഒരു ഫീസ് കൊടുക്കണം? എന്നിട്ടല്ലേ ആരും എടുക്കലെന്ന് അറിയല്. ഹനഫിക്കാർ അങ്ങനെ നല്ല പറയുന്നു. അശ്ശർത്തു ലാസിമു വസ്സദാഖു സഹീഹു. എങ്ങനെയാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് എടുത്തോളി. ഹനഫിക്കാർ മഹർ ഫാസിദായി, മഹർ മാറ്റിയിട്ട് മഹറിൽ മിസിലാക്കണം എന്നല്ലേ ഷാഫിക്കാർ പറഞ്ഞത്. ഇതാക്കാന ശർത്ത് ഇൻദൻ നിക്കാഹി ഫഹുവലിൽ ബിന്ദി വൈകാന ബാദഹു ഫഹുവലിൽ വലിയ്യി മാലിക്കി. ഇങ്ങനെയാകുമ്പോ പിതാവിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ മകളെ കെട്ടിച്ചിട്ട് എനിക്ക് റാഡോ വാച്ച് തരമെങ്കിലേ ഞാൻ കെട്ടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാറ് തരമെങ്കിലേ ഞാൻ എന്താക്കുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുമോ പോലും? പറ്റുമെന്ന് ആര് ചാട്ടിയും പിടിക്കുന്നുണ്ട്? ഹനഫിക്കാരനല്ലേ പറഞ്ഞ് എന്തൊക്കെ കിട്ടിയോ അതെല്ലാം എടുത്തോളീ. ആരെ പേരിലാണോ പിരിച്ചത് അങ്ങനെ എടുത്തോളീ. അങ്ങനെ പിരിക്കാൻ പറ്റുമെന്നാ പറയും. ഉപ്പാക്ക് പറ്റും പോലും. അയ്യസ്തരിത്ത സയ്യൻ മിൻ സദാഖ് ബിന്തിഹി ലിനഫ്സിഹി ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അങ്ങനെ പഠിപ്പിച്ചു പോലും. എന്തെങ്കിലും കിട്ടുമെങ്കിൽ പറഞ്ഞു വായിക്കോ, വെറുതെ കൈ കൊടുക്കലാണ്ടാൽ. അമ്മാച്ചനല്ലേ, അപ്പൊ എന്തെങ്കിലും കിട്ടിപ്പോകുമ്പോൾ. ലമ്മാ ദബ്ബ ജല്ലിബിനത്ത മസ്റൂഖ്, അതുപോലെ അലിയിബ്നുൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനില്ലേ അലി, വെറും മസ്റൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ മകളെ കെട്ടിക്കുമ്പോൾ പുതിയ ആപ്പിളിനോട് പറഞ്ഞ് 10,000 തരണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണ്ട. അപ്പൊ ആര് കൊടുത്ത്? അങ്ങനെ ഹജ്ജുകാർക്കും മിസ്കീന്മാർക്കും അത് ഓഹരി ചെയ്ത് കൊടുത്തു. വലിയൊരു സംഖ്യ അവിടെ നിന്ന് പിരിച്ചുണ്ടാക്കിയിട്ട് നല്ല സഞ്ചം ചെലവാക്കിയിട്ട് പാവങ്ങൾക്ക്, അഗതികൾക്ക്, ഹജ്ജിന് പോകുന്നവർക്ക് എല്ലാം കുറച്ച് കൊടുത്തു വന്നു. ഹനഫിക്കാർ ദലീൽ പഠിച്ച് നോക്കണം, ഓർ എവിടെയെല്ലാം എത്തിപ്പോയി. ശുഐബ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഇന്നിയൊരീദാൻ മുങ്കിഹാക്ക ഇഹ്ദബനി തയ്യഹാതൈനി അലാ തൈജുറനി സമാനിയ ഹിജ്ജ് എന്ന് പറഞ്ഞിട്ടില്ലേ സൂറത്തുൽ ഖസസ് 27. ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് മകളെ കെട്ടിക്കാൻ വേണ്ടി കൂലി വാങ്ങിയിട്ടില്ലേ? 8. അത് പെണ്ണിയാ? ആര് ലാഭം ഉണ്ടാക്കിയതാ? പക്ഷെ അത് മില്ലത്ത് മാറിയില്ലേന്ന് ചോദിക്കും. അത് ഖുർആനിൽ എതിർത്തിട്ടുണ്ടോ? അങ്ങനെ എന്ത് വകയില ചുങ്കം വാങ്ങിയത് എന്ന് പറഞ്ഞോ? അപ്പോൾ അംഗീകൃതാന്ന് പറഞ്ഞു. എന്താ പിന്നെ അന്ത മാലുക്കാലി അബീക്കാന്നില്ലേ സഹിഹായ ഹദീസ്. നീ സമ്പാദിക്കുന്നതും എല്ലാം ആരുടേതാണ്? ഉപ്പാൻ്റെതാണ്. അതെല്ലാം പിടിച്ചു വരയ്ക്കാൻ എനിക്ക് പറ്റൂ? പറ്റും.
ലിൽ വാലിദി അൽ അഖ്ദു മിൻ മാലിൽ വലദി അൻത വമാലുക ലിഅബീക ഫൈദാ ശുർത ലിൽ അബി ഉപ്പാക്ക് ഷർത്ത് പറഞ്ഞാൽ കാന്നമാ ഉഖിദ മിൻ മാലിൽ ബിന്തി ഏറി വന്നാ ബിന്ദിന് കിട്ടേണ്ടത് ഇങ്ങോട്ട് തട്ടി മാറ്റി എന്നല്ലേ വരൂ. ബിന്ദിനെ കിട്ടിക്കൂടുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഈ ഷർത്തദാരിക്ക് ഗൈറല്ലേ ഉപ്പ അല്ലാത്തവർ എന്ന് പറഞ്ഞാലോ ഉപ്പ അല്ലാത്തവർ പശർത്തു ബാത്തിൽ മർദ്ദു ജമീൽ മുസമ്മാലിൽ ബിന്ദി പറഞ്ഞതൊക്കെ ആയിരിക്കും പോട്ട്. അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. അഹമ്മദ് ബിൻ ഹംബലാണ് ഇത്രയും മിസാലി കൊണ്ടുവന്നത്. സമ്മാനം പിടിച്ചു വാങ്ങുന്നതായില്ലേ അല്ലേ? കാല മാലിക്കുൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ഫിർറജിലി ഒരു പുരുഷന്റെ കാര്യത്തിൽ യുസഫിജു ഇബ്നഹു സഗീറൻ എൻ്റെ കുഞ്ഞുമോൻ എന്താക്കി നീ കെട്ടിക്കോ ഞാൻ മോനെ ചെലവ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ലാ മാലലഹു ആരുടെ അക്കൗണ്ടിൽ മുതലില്ല. എന്നാൽ ഇന്ന സദാഖ അലാ ബിഹി അവൻ മുഴുവനും ആരുടെ മേലെ ഫർളായി. ഇദാ കാനൽ ഗുലാമു കുഞ്ഞുമോനായാൽ യൗമ യുസഫജു ലാ മാല ലഹു അവനിക്ക് എന്തില്ലെങ്കിൽ അതേ സമയത്ത് വൈൻകാനലിൽ ഗുലാമി മാൽ ഫസ്സദാഖു അത് മുഴുവനും ഫീ മാലിൽ ഗുലാം കുട്ടീൻ്റെ സ്വന്തം ഇല്ലാ അൻ യുസമ്മൽ അബൂ ഉപ്പ പ്രത്യേകം തമ്പിയാക്കിയാൽ ഒഴികെ മഹർ ആരെന്നെ തന്നോളും ആരിൽ നിന്ന് വാങ്ങരുത്. അങ്ങനെയാണെങ്കിലോ അതെന്താ അങ്ങനെയല്ലേ വായിപ്പോയത്? എന്തേന്ന് ലില്ലബി ഇജ്മാഉ സഗീർ ചെറിയ മോനെ നിർബന്ധിച്ച് കെട്ടിക്കൽ ആർക്ക് പറ്റൂ? അത് ഇജ്മാഉണ്ട്. ഇന്നമായി സബ്ബിജു അൽ ഇബ്ന സഗീറ ലിഗിബ്തത്തിൻ ലാഹിറത്തിൻ ജലിയ കാര്യമായ ലാഭം ഉണ്ടെങ്കിലേ കെട്ടിക്കാവൂ. ഇല്ലെങ്കിൽ ഓൻ വലുതായ തന്നെ കെട്ടൂലേ. സദാഖ അലാ അബീഹി എന്നാണ് ആര് പറഞ്ഞത്? പക്ഷേ അലൽ ഇബ്നി തന്നെയാണ്. ഇന്നമായി വത്തി ബഅദൽ ബുലൂഗി ഹനഫിയത്ത് വലുതായാൽ ആരെന്നെ കൊടുത്തോട്ടെ. ഇപ്പൊ തിരക്കുണ്ടെങ്കിൽ കടമായിട്ട് ആര് കൊടുക്കട്ടെ? ഹനഫി അല്ലേ? ഇതെന്താ ഇങ്ങനെ കൊടുക്കേണ്ടി വന്നത്? എന്താ ഈ നിക്കാഹ് ശരിയാകാതിരിക്കാൻ മകനല്ലേ? അതുകൊണ്ടാണ് മകന്റെ പൈസ ഉണ്ടാ. ഇതാക്കാന സഹീറൻ വക്കാന ഫീ വിലായത്തി അബീഹി ഉപ്പയാണല്ലോ തീറ്റി പോറ്റുന്നത്. അപ്പൊ ആരെന്നെ കൊടുക്കണം? അവിടെ വേറെ നുസ്ഖയുണ്ട്. മദാലിക്ക ഉപ്പ കൊടുക്കേണ്ടി വന്നത് അന്നന്നിക്കാഹ വിവാഹം സാബിത്തുൻ അലൽ ഇബ്നി ഇദാ കാന സഗീറൻ ذلك النكاح നോക്കണ്ടില്ല. മദാലിക്ക അന്നന്നിക്കാഹ രണ്ട് സ്പ്ലിറ്റ് ആക്കി. മദാലിക്ക നിക്കാഹു സാബിത്തുൻ അലൽ ഇബ്നി മദാലിക്ക ഇങ്ങനെ കൊടുക്കേണ്ടി വന്നത് അന്നന്നിക്കാഹ സാബിത്തുൻ അലൽ ഇബ്നി അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എന്താ? സഗീർ ഇല്ലാത്ത ആളാണ് അഖദിന്റെ നേരത്ത്. എന്നാൽ ഉപ്പാന്റെ മേലെ സദാഖ് വാജിബായി. വലോ മുഅ്തിമൻ ഉപ്പാക്കില്ലെങ്കിൽ ശരി യുഖദു മിൻ മാലിഹി വൈ മാതല്ലബു വൈ ഐസറ സഗീർ ബഅദൽ അഖദ് എന്താണ് വൈ ശറത്തല്ലബു അന്നഹു ലൈസ അലൈഹി വല്ല അല സബിയ്യീൻ എന്നാൽ പോലും ആരുടെ മേലെയാണ്? അലൽ അബി മുത്തലഖ് എന്ന അർത്ഥം. എന്താ അത് മകന്റെ അടുത്ത് ഇല്ലെങ്കിലല്ലേ പറയുന്നു. ആ ഇല്ലെങ്കിൽ കടമായിട്ടെങ്കിലും എഴുതി വെക്കും പോലെ ആരുടെ ഉപ്പ മരിച്ചു പോയാലും വസൂലാക്കും. പിന്നീടൊരു കാലത്ത് ഈ സഗീർ സാമ്പത്തിക ശേഷിയുള്ളവനായി എന്നാലും മുമ്പിട്ടണ്ട ഉപ്പ പറഞ്ഞാലും ശരി എന്ത് ഞാനല്ല വീട്ടേണ്ടത് ആരാ വീട്ടേണ്ടത്?
എന്ന് പറഞ്ഞാലും നടക്കൂല. മാലിക്കി മദ്ഹബ്. വൈൻ ഐസറ എന്തല്ല അഖദി മുസറായി ഫഅല സബി എന്നാ കുട്ടിയോട് അല്ലാതെ ദൂനല്ലബി പാടില്ല. വല ഇഫ്തഖറ സബി വയദഹു ശേഷം ഫക്കീറായി എന്നാൽ പോലും ആർക്കാൻ മോനല്ല അവൻ ഇല്ലാതെ ഇനി ചർത്താക്കിയാലൊഴികെ ഉപ്പ ഞാനാണ് കൊടുക്കൽ. പണ്ട് കെട്ടുമ്പോൾ തന്നെ പറഞ്ഞു. എന്നാൽ നോപ്പാകും ലായുത്താലബുല്ലബു ഉപ്പാനോട് തടാൻ പാടില്ല. മഹരീബിനി സഗീർ അൽ ഫഖീർ ഫക്കീറായ മോൻ്റെ ഉപ്പയായിട്ട് എന്ത് ബന്ധം? ഓനുമായിട്ട് എന്നെ കോണ്ടാക്ട് ആക്കി. ഐശ്വര്യവാനാണെങ്കിലോ കുട്ടി ഉപ്പാനോട് തേടിക്കോ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആന മുതലിൽ നിന്ന് മോൻ്റെ അത്രത്തോളം ആരും കൊടുക്കണ്ട. കൊടുക്കണ്ട. ആ പക്ഷെ ഉപ്പ കൊടുത്തോളാന്ന് അഭ്യർത്ഥിച്ചാലൊഴികെ എന്നിട്ട് കൊടുക്കണം. കൊടുക്കണം അല്ലേ? അങ്ങനെയല്ലാന്ന് അനഫിക്കാർ പറഞ്ഞത്. ദുറുൽ മുഖ്താറിലാന്നുള്ളത് എല്ലാം കണക്കായില്ലേ? ഇനി സദാക്ക് കുറക്കുന്ന വിഷയമാണ്. എത്ര മിനിറ്റ്? 22. സദാക്ക് കുറക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അത് കുറക്കാനുള്ള അധികാരം ആരുടെ മേലെയാണ്? കുറേ അധികം പഠിക്കേണ്ടത്.